ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങൾ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളോട് കാണിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എല്ലാം പുറത്തോട്ട് ഇറങ്ങിയത്. നമ്മൾ പറമ്പ് ഇഷ്ടംപോലെ പറമ്പ് നടക്കാനായിട്ട് അപ്പോൾ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങി. ഇതിപ്പോൾ നമ്മൾ പഴയ വീടിൻ്റെ ഭാഗത്തോട്ട് വന്നേക്കാണ്. വീടൊക്കെ പൊളിഞ്ഞു, പക്ഷേ മൊത്തത്തിൽ ഞങ്ങൾ പൊളിച്ച് കളഞ്ഞിട്ടില്ല. ഇതിപ്പോൾ പുതിയതായിട്ട് ഷീറ്റ് അടിക്കുന്ന മെഷീൻ മേടിച്ചിട്ട് അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ. പിന്നെ നമുക്ക് പറമ്പിൽ ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്. ഇത് കശുമാവാണ് കേട്ടോ. ഇപ്പോൾ കശുമാവിൻ്റെ സീസണാണ്. അപ്പോൾ നല്ലപോലെ എല്ലാ മരത്തിലും കശുമാവ് കായ്ച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളത് വെറുതെ പറിച്ച് തിന്നു. പിന്നെ കുറച്ച് നിലത്തുണ്ടായിരുന്ന കശുമാവിൻ്റെ അണ്ടിയൊക്കെ പെറുക്കി അപ്പോൾ കുഞ്ഞിനൊക്കെ വേണ്ടി കൊടുത്തു. കുഞ്ഞുങ്ങൾക്ക് എല്ലാം ഒന്ന് രുചിച്ചറിയാൻ വേണ്ടി കൊടുക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഇത് ആദ്യം കഴിച്ചപ്പോൾ അവൻ അതിൻ്റെ കമർപ്പ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്താ ഇത്? കപ്പയ്ക്ക് കൊടുക്ക്. നമുക്കല്ലേ സൈനമ്മ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പോയിട്ടോ. അപ്പോഴേക്കും പപ്പ അതാ കടയിൽ നിന്ന് വന്നു. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി വർത്താനൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോയിട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ വീട് വരുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ മെല്ലെ നടന്നു. നമ്മൾ ഗ്രൗണ്ടിൽ പോവാം. അപ്പോൾ നമ്മൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഗ്രൗണ്ടുകൾ. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ സ്വന്തം മയിൽ വന്ന് നിൽക്കുന്നത്. സ്വന്തം എന്ന് പറയാൻ കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള തെങ്ങിലാണ് കേട്ടോ അത് കിടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇതൊക്കെ പണ്ട് റബ്ബർ തോട്ടമായിരുന്നു, പിന്നീട് അത് കല്ലുവെട്ട് കോറിയായി. ഇപ്പോൾ കോറിയൊന്നുമില്ല. ഈ കാണുന്നത് നമ്മുടെ അംഗൻവാടിയാണ് കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ ഹാനിയിൽ വന്നിരിക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ആ കാണുന്ന അവിടെ കല്ലുവെട്ട് കോറി ഉണ്ട്. ഇപ്പോൾ അതിപ്പോൾ നിർത്തി. കുറേ കല്ലുവെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട്. അതിവിശാലമായ ഗ്രൗണ്ട്. പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ ഗ്രൗണ്ടിൽ. ഞങ്ങളിടയ്ക്ക് വരാറുള്ളതാണ് ഇടയ്ക്കിടയ്ക്ക്. ഗ്രൗണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. മണ്ണുവാരലും എറിയലും മാത്രമേ ഉള്ളൂ. ഗ്രൗണ്ട് എത്തി പിന്നെ ആനിനെ രക്ഷയില്ല. ഇങ്ങനത്തെ കുറെ കുരുത്തക്കാട് കാണിക്കണ ആനയിൽ. ചുറ്റും റബ്ബർ തോട്ടാണ്. അവിടെ കുറേ മുളങ്കാട് കാണാൻ പറ്റും. ഫുൾ റബ്ബർ തോട്ടം. ഇത് നമ്മുടെ അംഗൻവാടി. നീ പട്ടാളത്തിൽ പോവാണോ? ഇതാണ് കേട്ടോ കല്ല് വെട്ടി നേരത്തെ പറഞ്ഞില്ലേ, ആ കോറിയുടെ ഭാഗങ്ങളായിരുന്നു കേട്ടോ ഇത്. ഇപ്പോഴും അങ്ങനെ തന്നെ രസമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായി കാണാനേ. ഇത് നമ്മുടെ വീടിന് തൊട്ടപ്പുറത്തുള്ള ചേച്ചിയുടെ വീട്ടിലത്തെ പട്ടിക്കുട്ടിയാണ്. അപ്പോൾ ഇത് കുഞ്ഞിലേ തൊട്ടുള്ള കാണുന്നതാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് തലയിലൊരു മാസ്കൊക്കെ ഇട്ടു കേട്ടോ. കുറച്ച് നേരം ഇരുന്ന് ഞാനും ഉച്ചും അമ്മ എല്ലാവരും ഇട്ടിട്ട് പിന്നെ കുളിച്ചു. കുളി കഴിഞ്ഞത്തേക്ക് ഇതേ സൂര്യാസ്തമിക്കാറായി. ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇതാ മയിലും വീട്ടിൽ കയറാൻ സമയമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യട്ടോ. ടാറ്റാ.